വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് BCom 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ ഇന്നത്തെ എക്സാം ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ള മെജോറിറ്റി ചോദ്യങ്ങൾ 3 പാർട്ടിലും വന്നിട്ടുണ്ട്. സോ കുട്ടികളൊക്കെ ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ വരുന്നത്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് 2019 സിലബസ്. പാർട്ട് എ നമ്പർ 1 പറഞ്ഞ ചോദ്യം തന്നെ, റിസർച്ച് എന്താണ്, ദെൻ ഹൈപ്പോത്തസിസ് എന്താണ് പഠിക്കാൻ പറഞ്ഞുകൊണ്ടാണെന്നോ, അതിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, ബേസിക് റിസർച്ച് പറഞ്ഞ ചോദ്യം, റിസർച്ച് ഡിസൈൻ പറഞ്ഞ ചോദ്യം, എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ നോക്കാൻ പറഞ്ഞതാണ്, പ്രൈമറി ഡാറ്റ എന്താണ്, ക്വസ്റ്റ്നെയർ എന്താണ്, ക്വാട്ട സാമ്പിളിംഗ് പറഞ്ഞതാണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറഞ്ഞ ചോദ്യം, മോഡറേറ്റിംഗ് വേരിയബിൾ പറഞ്ഞ ചോദ്യം, സ്കെയിൽ ഡാറ്റ എന്താണ്, എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത ചോദ്യം, പൈലറ്റ് സ്റ്റഡിയുടെ പർപ്പസ് എന്താണ്, എന്തായാലും പഠിക്കാൻ പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ടേബിൾ എന്തായാലും നമ്മൾ പറഞ്ഞ മറ്റൊരു ചോദ്യമാണത്, മൾട്ടിവേരിയറ്റ് ഡാറ്റ അനാലിസിസ്, സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15 എണ്ണവും ഞാൻ 2 മാർക്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ വീഡിയോസിൽ മെൻഷൻ ചെയ്ത ചോദ്യങ്ങളാണ്. ഓക്കെ, പാർട്ട് ബി ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച്, ഈസി, അതും പറഞ്ഞാണ്. ദെൻ എക്സ്പ്ലോറട്ടറി ആൻഡ് കോസൽ റിസർച്ച് ഞാൻ പറഞ്ഞിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അതും വന്നു. ഡിഫറൻസ് വാരിയബിൾ ഇൻ റിസർച്ച് എന്താണ്, അതും വന്നു. ദെൻ പ്രോബിലിറ്റി സാമ്പിളിംഗ് എക്സ്പെക്ട് ചെയ്ത മറ്റൊരു ചോദ്യം, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ്, റിസർച്ച് റിപ്പോർട്ട് ഞാനത് SCക്കാണ് പ്രതീക്ഷിച്ചത്, ബട്ട് ഇവിടെ 5 മാർക്കിനാണ് വന്നത്. അതിന്റെ ടൈപ്സ്, ദെൻ വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്, അതിന്റെ ഫീച്ചേഴ്സ്, ഫസ്റ്റ് ചാപ്റ്ററിലത്തെ റിസർച്ച് ഗ്യാപ്പ് എന്താണ്, ഐഡന്റിഫൈ ദ റിസർച്ച് ഗ്യാപ്പ് ഞാൻ 2 മാർക്കിൻ്റെ പ്രതീക്ഷിച്ചാണ്, അത് 5 മാർക്കിലേക്ക് വന്നു. ഇനി essay നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെ വന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, റിസർച്ച് ബിസിനസ് റിസർച്ച് എന്താണ്, സിഗ്നിഫിക്കൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യം. ദെൻ റിസർച്ച് ഡിസൈനും പറഞ്ഞിട്ടായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, എളുപ്പമുള്ള ഒരു ചോദ്യം, മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ ബിസിനസ് റിസർച്ച് ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡാറ്റ അനാലിസിസ് ഈസ് എ പിവറ്റൽ ആസ്പെക്ട് ഓഫ് റിസർച്ച്, എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ഇൻ ദി ലൈറ്റ് ഓഫ് ടൂൾസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ ഡാറ്റ അനാലിസിസ്. 27ാമത്തെ കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ 2 ചോദ്യം തന്നെ അവിടെ ഉണ്ട്, ഈസി ഉള്ളത്, അല്ലെങ്കിൽ ഡാറ്റ കളക്ഷനും ഉണ്ട്. അപ്പോൾ 2 essay കിട്ടാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. സോ 3 പാർട്ടിലെയും ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിണ്ടായിരുന്നതാണ്, അതുകൊണ്ട് കുട്ടികളൊക്കെ ഹാപ്പിയാണ്. അപ്പം ഇനി നാളെ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇൻകം ടാക്സ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം, സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആ ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.